ഇതിൻ്റെ എൻജിൻ നല്ലോണം ഹീറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസിന് ഒരു വല്ലാത്തൊരു മാറ്റം സംഭവിക്കും. വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ X440Tയിൽ 1500 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് വാസ് ബിഫോർ 500 കിലോമീറ്റേഴ്സ് ഓഫ് റൈഡ്. സോ ആ ടൈമിൽ എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ X440Tയിൽ എനിക്ക് ലഭിച്ച ഹൈവേ റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റിയും പിന്നെ ഇങ്ങനത്തെ കുറച്ച് മോശമായ റോഡിലുള്ള എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെ ആണ്. അതേപോലെ ഇതിൻ്റെ ഓണർഷിപ്പ് കോസ്റ്റ്, ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ്, അതിനൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മിങ് ടു ദ സർവീസ് പാർട്ട്, കാരണം 500 കിലോമീറ്റേഴ്സിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സർവീസ് കോസ്റ്റ് വന്നത് ഓൾമോസ്റ്റ് 2500 റുപ്പീസാണ്. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് റിലേറ്റഡ് ടു ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര ഹാർഡായിരുന്നു, എസ്പെഷ്യലി ഫ്രം ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ്. അത് നല്ല ഹാർഡായിരുന്നു. ആ ഇഷ്യൂ ഫസ്റ്റ് സർവീസിന് ശേഷം കുറേ ഭാഗം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ഹാർലി ഡേവിഡ്സൺ X440Xൻ്റെ ഓണേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, 40Tൻ്റെ ഓണേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ ഗിയർ ഇഷ്യൂസ് അവർ പറഞ്ഞു ദാറ്റ് ഈസ് ഓൾ കോമൺ ഇൻ ഹാർലി ഡേവിഡ്സൺ. സോ നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെവി ട്രാഫിക്കിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 hour, അതായത് ഇതിൻ്റെ എൻജിൻ നല്ലോണം ഹീറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസിന് ഒരു വല്ലാത്തൊരു മാറ്റം സംഭവിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ ത്രോട്ടിൽ കൊടുക്കാണ്ട് ആണെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിൽ ഈതർ വി വിൽ ഡ്രൈവ് ഇൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഗിയർ. അവിടെ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, നിങ്ങൾ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആവും. അതായത് ത്രോട്ടിൽ ഓട്ടോമാറ്റിക് ഇൻക്രീസ് ആവും. ഇവിടെ RPM കൂടും. അത് നിങ്ങൾ ഇവൻ ന്യൂട്രലാക്കി കഴിഞ്ഞാലും അതേ ഇഷ്യൂ ആണ്. അത് എൻജിൻ ഓവർ ഹീറ്റ് ആകുമ്പോഴാണ് എനിക്ക് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആഫ്റ്റർ 1 hour ഓഫ് റൈഡിങ്. അതുകൊണ്ട് നിങ്ങൾ സിറ്റി റൈഡിങ്ങിന് ഈ ബൈക്ക് കൺസിഡർ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം അൺകൺട്രോളബിൾ ആയിട്ട് അത് ഇൻക്രീസ് ആവും. അത് നമ്മളിപ്പം ആക്സിലേറ്റർ കേബിളെല്ലാം കുറച്ച് ടൈറ്റായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ലേ, അതേപോലെ ഒരു അവസ്ഥയാവും. പക്ഷെ അത് എൻജിൻ കൂളായി കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. സോ ഞാൻ ട്രൈ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-20 minutes ഞാൻ എൻജിൻ ഓഫ് ചെയ്തു, പിന്നെ സ്റ്റാർട്ട് ചെയ്തേരം കുഴപ്പമില്ല. പക്ഷേ അഗെയിൻ ആഫ്റ്റർ എക്സാക്ട് 1 hour ആ ഇഷ്യൂ സ്റ്റാർട്ടായി. ഈ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ഫസ്റ്റ് സർവീസ്. കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് സർവീസ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ ലുക്ക് ഇൻ ടു ദിസ് ഇൻ ഡീറ്റെയിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആഫ്റ്റർ ഫസ്റ്റ് സർവീസും എനിക്ക് ആ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാർലി ഡേവിഡ്സൺ സർവീസ് ടീമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ലോണം ഹീറ്റ് ജനറേറ്റ് ചെയ്യും ട്രാഫിക്കിൽ. ആ ഹീറ്റ് നിങ്ങൾക്ക് ഫീൽ ആവുക നിങ്ങളുടെ ആങ്കിൾ ആ സൈഡിലാണ്. ഷൂസ് ഇട്ട് ഡ്രൈവ് ചെയ്യുന്ന ആങ്കിൽ നിങ്ങൾക്ക് അത്ര ഫീൽ ആവില്ല. പക്ഷേ ദാറ്റ് വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട് ഇൻ സിറ്റി റൈഡിങ്. പക്ഷേ ഈ ഇഷ്യൂ ഹൈവേ റൈഡിങ്ങിലൊന്നുമില്ല. ഈവൻ എൻജിൻ അത്ര ഹീറ്റായാലും ആ ഹീറ്റ് മാനേജ്മെൻറ്റ് അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിറ്റി റൈഡിങ് ഇറ്റ് ഈസ് ടെറിബിൾ ഓൺ ഹാർലി ഡേവിഡ്സൺ X440T. നിങ്ങളുടെ വേ ഓഫ് റൈഡിങ് കൂടുതൽ സിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപേ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഡിസിഷൻ എടുത്താൽ മതി. പിന്നെ ഇത് നല്ല ഹെവിയാണ്, അത് ട്രാഫിക്കിൽ നിങ്ങൾക്ക് നല്ലോണം ഫീൽ ആവും ചെയ്യും. എനിക്കത്ര ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല, കാരണം ഐ എം യൂസ് ടു റൈഡിങ് ഹെവിയർ ബൈക്സ്. പക്ഷേ നിങ്ങളൊരു ലൈറ്റ് വെയ്റ്റഡ് വെഹിക്കിളിന് ഇതിലേക്ക് മൂവ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ വെയ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ സിറ്റി ട്രാഫിക്കിൽ ഇറ്റ് വിൽ ബി വെരി ബാഡ്. അത് നിങ്ങൾ യൂസ്ഡ് ആവുന്നവരാ. പക്ഷേ ഇനീഷ്യലി ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. പക്ഷേ നിങ്ങളൊരു റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ബൈക്ക്, ഓൾമോസ്റ്റ് ക്ലോസ് ടു 200 kgs ഉള്ള ബൈക്കാണെങ്കിൽ അത്ര വെയ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ ആവില്ല. പക്ഷേ ഇഫ് യു ആർ മൂവിങ് ഫ്രം എ ലൈറ്റ് വെയ്റ്റഡ് വെഹിക്കിൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് പ്രശ്നമായിരിക്കും. ഇതിൻ്റെ പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. അതായത് ഇത് കുറച്ചൊരു സമയമെടുക്കും നിൽക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഐ ക്യാൻ സേ. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഇമ്മീഡിയറ്റ് ബ്രേക്ക് ചെയ്ത് തരാം, ഇതിൻ്റെ റിയർ നല്ലവണ്ണം ഇത് പഞ്ചറായ പോലെ സ്കിഡായി, അതായത് വോബിളായി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസിൻ്റെ സമയത്ത്. സോ ദേ സെഡ് ദേ ഹാവ് സോൾവ് ദാറ്റ് ഇഷ്യൂ. എന്തൊക്കെയോ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കി, ബട്ട് ഇപ്പോൾ പ്രശ്നമില്ല. സോ ദാറ്റ് ഐ ക്യാൻ കൺസിഡർ എ സോൾവ്. അടുത്ത എനിക്ക് നോട്ടീസായ ഇഷ്യൂ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ്.
Rear is okay, comfortably set, and this shock absorption is good. സോഫ്റ്റ് റൈഡ് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ഇഷ്യൂ. പക്ഷെ അതൊരു മേജർ ഇഷ്യൂ അല്ല. ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ തന്നെ കുറച്ച് വലിയ പോട്ട് ഹോളിലെല്ലാം വീണ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇത് കംപ്രസ് ആയിട്ട് ഇതിൻ്റെ ടോപ്പ് പാർട്ട് വിൽ ടച്ച് ദറ്റ് ഷോക്ക് അബ്സോർബേഴ്സ് ബോട്ടം പാർട്ട്. അടുത്ത ഇഷ്യൂ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ 4000 RPM ടച്ച് ചെയ്യുമ്പോഴുള്ള ചെറിയ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. 4000 RPM കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യുമ്പോൾ ആഫ്റ്റർ സം പോയിൻറ്റ്, അതായത് സ്പീഡ് അബവ് 90 ഹയർ ഗിയറിൽ പോകുമ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇഷ്യൂസ്, ആ ഒരു എൻജിൻ ഒരു ചെറുതരം നോക്കിംഗ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഇഷ്യൂ ഞാൻ ഹാർലി ഡേവിഡ്സൺ സർവീസ് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതെല്ലാം എനിക്ക് റീസെൻ്റ്ലി ഫേസ് ചെയ്ത ഇഷ്യൂസ് ആയിരുന്നു ഹൈവേ റൈഡിൽ. വെൻ യു ആർ റൈഡിങ് ഓൺ ഹയർ RPM ഹയർ സ്പീഡ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഹാർലി ഡേവിഡ്സൺ കണക്ട് ആപ്പാണ്. അത് അപ്ഡേറ്റഡേ അല്ല. നാവിഗേഷൻ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ഒരു 5-10 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നാവിഗേഷൻ കാണിക്കുള്ളൂ. ദാറ്റ് ഈസ് എ ഫ്ലോസ്. അതും ഞാൻ സർവീസ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അവർ പറഞ്ഞത് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്, വി വിൽ കീപ്പ് യു പോസ്റ്റഡ് എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഈ അടുത്തൊന്നും ശരിയാവുന്നു. എന്നിട്ട് രണ്ടാമത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു, ഇതിൻ്റെ ആപ്പ് ഇത് അപ്ഡേറ്റ് ചെയ്യണം, അതായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അവർ എന്നോട് പറഞ്ഞത് ഹാർലി ഡേവിഡ്സണ് മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അത് അയച്ചു നോക്കി, ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നില്ല. പക്ഷെ ആ ഫീച്ചർ അതൊരു നല്ല, അറ്റ്ലീസ്റ്റ് ആ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. പക്ഷെ അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ആ ആപ്പിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എച്ച് ഡി കണക്ട് ആപ്പിൽ നിങ്ങളൊരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു നാവിഗേറ്റ്, ആ ലൊക്കേഷൻ അതിൽ കാണിക്കുകയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. ദ ആപ്പ് ഈസ് നോട്ട് അപ്ഡേറ്റഡ് അറ്റ് ഓൾ വിത്ത് ദ ലൊക്കേഷൻസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ലൊക്കേഷൻ വരുന്നില്ലെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ടേൺ ബൈ ടേൺ നാവിഗേഷനിൽ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ സർവീസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാർലി ഡേവിഡ്സൺ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ തന്നെയാണ്, ഹീറോ ആയിട്ട് പാർട്ട്നേർഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലല്ല. സോ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നത്, നിങ്ങൾ ഹാർലി ഡേവിഡ്സൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ബൈ ഇറ്റ് ഫ്രം എക്സ്ക്ലൂസീവ് ഹാർലി ഷോറൂം. ഹീറോ പ്രീമിയ എന്ന് പറഞ്ഞൊരു ഫ്രാഞ്ചൈസി കൂടിയാണ് ഹാർലി ഡേവിഡ്സൺ സെല് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഹാർലി ഡേവിഡ്സൺ എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് ബൈ ഫ്രം ദർ. ഹീറോൻ്റെ സർവീസിനെ പറ്റി അന്വേഷിച്ചു തരാം. എനിക്ക് വളരെ നെഗറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈവൺ ഇൻക്ലൂഡിങ് ദെയർ കസ്റ്റമർ സർവീസ്. ഞാൻ 10 പേരുടെ ചോദിച്ചിട്ട് 8 ആളും മോശം അഭിപ്രായമാണ് പറഞ്ഞത്. ഹീറോ സർവീസിങ് ഹാർലി ഡേവിഡ്സൺ ബൈക്സ്, അവർ ദേ ആർ നോട്ട് പ്രോപ്പർ ട്രെയിൻ സ്റ്റാഫ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവരുടെ കസ്റ്റമർ സർവീസ് ഈസ് പെത്തറ്റിക്. ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല എന്താണ് ഇഷ്യൂ. നിങ്ങൾ ബില്ലിൽ നിങ്ങൾക്ക് നല്ല സർപ്രൈസും കാണാൻ പറ്റും. സോ ബെറ്റർ അവോയ്ഡ് ബൈയിങ് ഹാർലി ത്രൂ ഹീറോ. നിങ്ങൾക്ക് ഹാർലി ഡേവിഡ്സൺ എക്സ്ക്ലൂസീവ് ഷോറൂം നിങ്ങളുടെ സിറ്റിയിൽ അല്ലെങ്കിൽ അടുത്തെവിടെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. ഹാർലി ഡേവിഡ്സൺ ആക്ച്വലി ഇതിൽ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ തരായിരുന്നു. ദാറ്റ് വിൽ മേക്ക് ലോട്ട് ഓഫ് ഡിഫറൻസ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഫീലായ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓൺ ഹാർലി ഡേവിഡ്സൺ X440T. നിങ്ങൾക്ക് ഹാർലി ഡേവിഡ്സൺ X440Tനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് പോസ്റ്റ് യുവർ കമൻറ്റ്സ്. ഞാൻ അതിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഫ്യൂവൽ എക്കോണമീനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിലെ ഒരു 25 മാക്സ് പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതൽ കിട്ടില്ല. അതുപോലെ ഹൈവേയിൽ അറൗണ്ട് 34 അല്ലെങ്കിൽ 35, അതിൽ കൂടുതലും കിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ മാക്സ് ഇൻ സിറ്റി 25, ഹൈവേ 35.
പല വീഡിയോയിൽ പല ആൾക്കാരും 40 കിലോമീറ്റേഴ്സെല്ലാം കിട്ടിയതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ദിസ് ഈസ് വാട്ട് ദ നമ്പേഴ്സ് ഐ സി. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 13.5 ലീറ്റേഴ്സാണ്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 13.5 ലീറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങളൊരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 30 ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അറൗണ്ട് 400 കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് ഇൻക്ലൂഡിങ് സിറ്റി റൈഡ്, മിക്സ് ഓഫ് ഓൾ കണ്ടീഷൻസ് റൈഡ്. അങ്ങനെ ഞങ്ങൾ അറൗണ്ട് 400 ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ്. That's all in this video, guys. I'll see you in the next video. Till then, ride safe and take care.